ഹായ് ഡിയേഴ്സ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ട്ടോ. അപ്പോൾ ഇന്ന് തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് കാശിയുടെ പിറന്നാളാണ്. അപ്പോൾ പിറന്നാളിൻ്റെ അന്ന് രാവിലെ ഞാനും മക്കളും ചെറിയൊരു അലങ്കാര പണിയിലാട്ടോ. ഞാൻ ഈ ഒരു ബർത്ത്ഡേൻ്റെ ഒരു അലങ്കരിക്കുന്ന ഒരു സംഭവങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബലൂൺ വീർപ്പിക്കാൻ വേണ്ടിയിട്ട് മക്കൾ തമ്മിൽ നല്ല അടിയാണ്. അപ്പോൾ അവരെ കൂട്ടിയിട്ടാട്ടോ ഞാൻ അലങ്കാര പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരോ തലത്തിൽ ഓരോന്ന് ചെയ്തു തരുന്നുണ്ട്. ഞാനാണെങ്കിൽ ഈ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ഈ കാർഡൊക്കെ കെട്ടി ഇത് കോർത്തിട്ട് ഇതിൽ വെക്കേണ്ട ഒരു ഒരുക്കത്തിലാണ് കേട്ടോ. പിന്നെ എല്ലാവരും ഓരോ പണിയിലാണ്. മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാശീൻ്റെ പിറന്നാൾ എന്ന് പറഞ്ഞാൽ അവർ കുറേ ദിവസമായിട്ട് കാത്തിരിക്കുകയാണ്. വലിയൊരു പരിപാടിയൊന്നുമല്ല കേട്ടോ. നമ്മൾ ചെറിയൊരു പരിപാടിയായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാം പിറന്നാളെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമല്ലല്ലോ. അപ്പോൾ ദാ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് കൊണ്ട് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഈ 1 എന്ന് എഴുതിയിട്ടുള്ള ബലൂൺ എവിടെ വെക്കണം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെച്ചിട്ട് നോക്കുകയാണ്. അപ്പോഴേക്കും കാശിനെ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ വല്യമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് വലിയൊരു സുഖമില്ലെന്ന്, ജലദോഷമൊക്കെ പിടിച്ചിട്ട്. അപ്പോഴേക്കും നമ്മുടെ മേമയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ ആയി ഇവിടേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. കുറേ ദൂരത്താണ്. മേമ കോട്ടയത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ നേരെ എൻ്റെ അടുത്തേക്ക് വന്നതാണ്. അവർ കാശിയൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് പോയിട്ടോ. കാശിക്ക് വലിയ പരിചയക്കേടൊന്നും തോന്നിയില്ല. അവരുടെ കൂടെയൊക്കെ പോയി. അപ്പോൾ അവരൊക്കെ സ്വീകരിച്ചിരുത്തി. അപ്പോൾ ഇത്രയും ആയി അലങ്കരിച്ചതാ. ഇതേപോലെ കുറച്ച് ബലൂണൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ ഇതേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എണീറ്റ് ഈ സദ്യകളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു സദ്യ കേട്ടോ. ഇത് കുറേ വിഭവങ്ങളില്ലാതെ ഒരു നല്ലൊരു കുഞ്ഞൊരു സദ്യ നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. രസം, എലിശ്ശേരി, മസാലക്കറി, അതേപോലെ പച്ചടി, പുളിയിഞ്ചി. ചില സ്ഥലത്ത് ഇഞ്ചിപ്പുളി എന്ന് പറയട്ടെ, നമ്മളിവിടെ പുളിയിഞ്ചി എന്ന് പറയുക. അതേപോലെ അച്ചാർ, ചോറ്, അവിയൽ, പിന്നെ സാമ്പാർ, പിന്നെ പായസം ഉണ്ട് കേട്ടോ. പായസം അമ്മ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റാണ് നമ്മൾ പായസം റെഡിയാക്കിയത്. അപ്പോൾ എന്തായാലും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിടേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും ആയിട്ടുണ്ട്. പിന്നെ അമ്മ പറഞ്ഞു എന്നാൽ പപ്പടം കൂടെ കാച്ചി വെക്കാമെന്ന്. പിന്നെ ചടങ്ങ് കഴിഞ്ഞാൽ കാശിക്ക് ഭക്ഷണം കൊടുത്തിട്ട് പിന്നെ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാമല്ലോ എന്നുള്ള രീതിയിൽ അതും ചെയ്തു. പിന്നെ എല്ലാം ഒക്കെ ഒരുങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ സദ്യ ഒരു പ്ലേറ്റിൽ വിളമ്പിയിട്ട് പൂജാ റൂമിൽ കൊണ്ടുപോയി വെക്കും കേട്ടോ. ഇത് ഇവിടെ ഒരു പതിവാണ്. നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ കാശീനെ എടുത്തുട്ടോ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട്, ചടങ്ങ് തുടങ്ങുന്നതിന് മുന്നേ ആളൊന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഓരോന്ന് പറഞ്ഞ് അവനെ ഇതാക്കണം. അവന് ചുമയുണ്ട് ഇടയ്ക്ക്. ഒന്ന് ഉഷാറാക്കി എടുത്താലുള്ള ആള് ചടങ്ങിനൊക്കെ ഒന്ന് സഹകരിക്കുള്ളൂ. അതിനിടയിൽ ഞാനും ഏട്ടനും മക്കളൊക്കെ നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞാൻ കാശീനെ കൂട്ടിയിട്ട് പൂജാ റൂമിൽ കയറിയിട്ടൊന്ന് പ്രാർത്ഥിച്ചു. ചടങ്ങ് തുടങ്ങിയത്. അപ്പം അതിന് മുമ്പ് ഒന്ന് അവനെയും കൂട്ടിയിട്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയപ്പോഴാട്ടോ മേമയും മക്കളും വന്നത്. ഇത് വലിയ മേമയാണ്. മേമയും മക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയി. അവരൊക്കെ സ്വീകരിച്ച് ഇരുത്തി. ഇനി കാശീനെ ഞങ്ങൾ ആരതി ഒഴിയാണ് കേട്ടോ. അപ്പോൾ ആരതി ഒഴിഞ്ഞപ്പോൾ കാശി വലിയ ഒരു സഹകരണമൊന്നുമില്ല. ആളിതെന്ത് കഥയാണാവോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ മക്കളൊക്കെ ഇരുന്ന് പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിറന്നാളിൻ്റെ ഇതേപോലെ ചടങ്ങുകളൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവും കേട്ടോ. അപ്പോൾ കാശി ഭയങ്കര ബഹളമായിരുന്നു. കാശി ഇരിക്കുന്നുണ്ടായിരുന്നില്ല. ഏതായാലും ഞാൻ ഒരുവിധം അവിടെയൊക്കെ എൻ്റെ മടിയിൽ അവനെ പിടിച്ചിരുത്തി. അപ്പോൾ അമ്മ അവനെ ആരതി ഒഴിഞ്ഞു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവനെ പൂവൊക്കെ എടുത്തിട്ട് അനുഗ്രഹിക്കും. എന്നിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് കുഞ്ഞിനെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് പൂവൊക്കെ ഇട്ട് അവനെ അനുഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ആ പൂവൊക്കെ വാരാൻ എന്തൊക്കെ നോക്കുന്നുണ്ട്. ആകെ ആള് ചൂടും ഉണ്ട്. ചൂടായിട്ട് ആളാകെ കുഴങ്ങിയിട്ടുണ്ട്. പിന്നെ അച്ചമ്മ വന്ന് അച്ചമ്മയെ അനുഗ്രഹിച്ചിട്ടോ കുട്ടീനെ. പിന്നെ ഞാൻ അവിടെ ഒരു മധുരം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അമ്മേനോട് അത് എടുക്കാൻ പറഞ്ഞു. അപ്പം ആ മധുരം കൊടുത്തപ്പോൾ കുറച്ചൊരു അടങ്ങി നിന്നു കേട്ടോ. കുറച്ച് മധുരം വായിൽ കിട്ടിയപ്പോൾ. അപ്പം എല്ലാവരും ഇതേപോലെ കുഞ്ഞിനെ പൂവൊക്കെ ഇട്ട് അനുഗ്രഹിച്ച് ഉമ്മയൊക്കെ കൊടുത്തു.
പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും നിർത്തിയിട്ട് ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ എടുത്തിട്ടോ. ഇത്രയൊന്നും അല്ല കേട്ടോ, കുറേ പേരുണ്ട്. നമ്മൾ ചെറിയൊരു പരിപാടി മാത്രമേ നടത്തിയിട്ടുള്ളൂ. പിന്നെ ഞാനും ഏട്ടനും മക്കളൊക്കെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു. ഇനി കാശിയെ ഇരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കാലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പറയലുണ്ട്, പിറന്നാളിന് ആളെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടൊന്ന് ഭക്ഷണം കൊടുക്കണം. അപ്പൊ ഏട്ടന്മാരൊപ്പം ചേച്ചിമാരൊപ്പം ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുമോ എന്ന് നോക്കാലോന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പൊ അവനുള്ള ഇല കേട്ടോ ഈ വിളമ്പിയിട്ടുള്ളത്. എല്ലാതൊന്നും വിളമ്പിയിട്ടില്ല, എരിവുള്ളതൊന്നുമില്ല. പക്ഷെ ആദ്യം തന്നെ ഞാൻ അവനെ ഇരുത്തിയിട്ട് കുറച്ചൊന്ന് വാരി കൊടുത്തുട്ടോ. പിന്നെ പപ്പടം മുന്നിൽ വെച്ച് കൊടുത്തു. ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് ആള് ട്രൗസർ ഇരുന്നപ്പോൾ നല്ല ആശ്വാസം കിട്ടിയിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നു. പിന്നെ ഓരോരുത്തർ വന്നിട്ട് ചെറുതായിട്ട് ഓരോന്ന് കുഴച്ചിട്ടൊക്കെ അവന് വാരി കൊടുത്തു കേട്ടോ. അപ്പൊ അതൊക്കെ ഇരുന്ന് നല്ല സഹകരിച്ചിട്ട് ആള് കഴിക്കുന്നുണ്ട്. ഇനി എന്താവും അറിയില്ല. അപ്പൊ ആള് കൈയെടുത്തൊന്നും കേട് വരുത്തുന്നൊന്നുമില്ല. പക്ഷെ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അങ്ങനെ ഇരുത്തി എല്ലാരും കൂടി ഭക്ഷണം കൊടുത്തിട്ട്. അപ്പൊ ചേച്ചിമാരോടൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്, നോക്കി ആള് എല്ലാരും വാരി കൊടുത്തത് കഴിക്കുന്നുണ്ട്. ഇനിയിപ്പോ അത് ഒറ്റയ്ക്ക് കഴിക്കുമോ എന്നുള്ളൊരു ചിന്തയിലാണ് ഞങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ഏതായാലും ഏട്ടനും ചേച്ചിമാരും ഒക്കെ കൂടെ ഇരുന്നിട്ട് പിറന്നാളിന് സദ്യ ഉണ്ട് കേട്ടോ കാശി. അപ്പോ ഒരു വല്ലാത്തൊരു നല്ലൊരു സന്തോഷമുള്ള ഒരു കാഴ്ചയായിരുന്നു. ചേച്ചി ഇടയ്ക്ക് വാരി കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഇലയൊക്കെ ശരിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ അപ്പുറത്തിരുന്ന് മറ്റുള്ളവർക്കൊക്കെ ഞാൻ ഇന്ന് ഭക്ഷണമൊക്കെ കൊടുത്തു. പിന്നെ കാശി എന്താണ് ലാസ്റ്റ് ഇലയൊക്കെ കീറി പറിക്കാൻ തുടങ്ങി. സദ്യയൊക്കെ കഴിച്ച് പിന്നെ ഇലയൊക്കെ കീറി പറിക്കാൻ തുടങ്ങി. ഏകദേശം കുറച്ചൊക്കെ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അവസാനം ഇതാ ഈ ഒരു കോലത്തിൽ കുറച്ച് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കളഞ്ഞാലും കുറച്ചൊക്കെ അവന് സഹകരിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ അവിടുന്ന് എണീക്കേണ്ട എല്ലാ ഇതും കാണുന്നുണ്ട്. അപ്പൊ അവനവിടുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എണീക്കുകയാണ്. അപ്പൊ വയറ് നിറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ഇതായി. കുറച്ച് പായസവും പപ്പടമൊക്കെ കഴിച്ചപ്പോൾ ആൾക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഒപ്പം ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഞാനും അമ്മയും അതേപോലെ ഏട്ടനും വല്യമ്മയും മേമയും മക്കളും എല്ലാവരും ഇരുന്നിട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. കാശിയെ മറ്റുള്ളവരടുത്തൊക്കെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളും തന്നെ സമാധാനത്തിൽ ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു. അപ്പൊ ഇനി കാശിക്ക് ഉറക്കം വന്നിട്ടുണ്ട്. അതിന് ഉറക്കത്തിന്റെ ഒരു വക്കിൽ എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ കൂടുമ്പോൾ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവർക്കും വലിയൊരു സന്തോഷമാണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളെ അയൽവക്കത്തുള്ള ആൾക്കാരായിട്ട്, അതുപോലെ തൊട്ട അയൽവക്കത്തുള്ളവരാണ്. അവർ കാശിയിലെ പിറന്നാളിന് വന്നതാണ്. അപ്പോൾ അവരൊക്കെ സ്വീകരിച്ചിരുത്തി. എന്നിട്ട് പിന്നെ അവർക്കും തന്നെ അതേപോലെ നമ്മൾ ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടോ. അപ്പോൾ അവരും കഴിക്കാനിരുന്നു. അവർ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന് ശേഷം കേട്ടോ നാത്തൂനും ഏട്ടനും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവര് വന്ന് കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്ന് പിന്നെ അവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഓരോ തമാശയും പറഞ്ഞൊക്കെ. അപ്പൊ ഇന്നത്തെ ദിവസം കാശിയുടെ പിറന്നാള് ചെറിയൊരു ആഘോഷമാക്കി ഞങ്ങൾ കഴിച്ചിട്ടോ, വലിയൊരു പരിപാടിയൊന്നും ഇല്ലാതെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.